பாருங்க வேணாட்டி கொடுத்தா போதும் ஃப்ரீயாக கையில் பைசா கையில் எத்தனை கூலி மட்டும் பாருங்க பாட்டில் கீழே ஐஸ்மா கல் கரு தேஜஸ் பார்க் ஆகும் கூலிங் ஆகும் கீழ்படி அங்கே கீழே போகிறதுக்கு எவ்வளோ ഒരാൾ 100 രൂപയാ ശരി എന്നാ അവളും ബഡ്ജറ്റ് ഇല്ല ലോ ബഡ്ജറ്റ് പരിപാടിയാ ശരി എന്നാ അങ്ങനെ ബസ്സിലൊക്കെ കയറി സീറ്റൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു റൂട്ട് ഫസ്റ്റ് ടൈമാണ് ആരെങ്കിലും പോയിട്ടുണ്ടോ മധുരയിൽ നിന്ന് പഴനി വഴി പൊള്ളാച്ചി ആ റൂട്ട് ഉടുമൽപേട്ട് ഫസ്റ്റ് ടൈമാണ് കാണുന്ന കാഴ്ചകളാണെന്നുണ്ടെങ്കിലും പോകുന്ന റൂട്ടാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും എനിക്ക് ഫസ്റ്റ് ടൈമാണ് നിങ്ങളെപ്പോലെ തന്നെ അപ്പോൾ പിന്നെ വണ്ടി എടുത്തിട്ട് കാണാട്ടാ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് ടി വടപ്പട്ടി വടൈപ്പട്ടി വടൈപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ബസ് സ്റ്റാൻഡിലാണ് വണ്ടി എടുക്കുന്നു ഗൗനക്കുത്ത് വണക്കം വണക്കം മക്കളെ പഴനി ബസ് സ്റ്റാൻഡിൻ്റെ അകത്താണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ വന്ന് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ ഏകദേശം അവിടെ നിന്ന് മധുരയിൽ നിന്ന് 4 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് മിസ്സായി പോയ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന കാഴ്ചകൾ ഒരു രക്ഷയുണ്ടായിരുന്നില്ല എമ്മാതിരി കാഴ്ചകൾ എന്നറിയാം അതും ഈ അറ്റ വേനലിൽ വറ്റി വരേണ്ട നിലത്തൊക്കെ ഇമ്മാതിരി പച്ചപ്പും കൃഷിയിടങ്ങളും എന്താ പറയാ വേറൊരു ലെവൽ കാഴ്ചകളായിരുന്നു നമുക്കത് മിസ്സായി പോയി നമ്മൾ റൈറ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ജനവാസമുള്ള ഏരിയ ആയിരുന്നു മറ്റേത് മൊത്തം കൃഷിഭൂമിയും മലയോര പ്രദേശങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് ചെല്ലാം അല്ലേ ആ കാണുന്നതാണ് കേട്ടോ പഴനി ടെമ്പിള് പഴനി മല ഒരുപാട് ദർശനത്തിനായിട്ട് ഒരുപാട് ആൾക്കാർ ഈ പൊട്ടി തെറിച്ച വെയിലത്തും വരുന്നുണ്ട് പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ താഴെ വരെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട് ഇതാ അവിടെ ഒരുപാട് കുതിരവണ്ടികളുണ്ട് കേട്ടോ ഒരുപാട് കുതിരവണ്ടികളുണ്ട് കുതിര എങ്ങനെ നൈസാണ് കുതിരനെ തൊട്ട് കുഴപ്പമൊന്നുമില്ല ഡേഞ്ചറൊന്നുമല്ല ആള് നല്ല രസാട്ടോ കുതിര സവാരി അങ്ങേ കീഴെ പോകരുതക്ക് എവ്വളോ ഒരാൾ 100 രൂപയാ ശരി എന്നാ അവളും ബഡ്ജറ്റ് ഇല്ല ലോ ബഡ്ജറ്റ് പരിപാടിയാ ശരി എന്നാ എൻ്റെ പൊന്നോ 100 രൂപ ഇവിടെ നോക്കിയാൽ കാണുന്നുണ്ട് അതാ കണ്ടില്ലേ ഏകദേശം ഒരു 1/2 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ എന്നാണ് പറഞ്ഞത് ഇവിടെ നോക്കിയാൽ നമുക്ക് ആ അതിൻ്റെ താഴ്വാരം കാണാനുണ്ടാകും ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ ഇവിടെ കരിക്ക് മാങ്ങ ഉപ്പിലിട്ട മാങ്ങ പിന്നെ എന്താ പറയുക ചക്ക ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റംസുകൾ ചക്കയാണ് ഇവിടെ മെയിൻ വെയിൽ അത് അതിലേക്കാൾ മെയിനാണ് ഒരു രക്ഷയില്ലാത്ത വെയിലാണ് കത്തുകയാണ് വെയിൽ കുതിരവണ്ടികൾ പോകണ്ട 100 രൂപയ്ക്ക് കേട്ടാ നമ്മളിവിടെ എത്താറായി 100 രൂപ എന്തിനാ കൊടുക്കുന്നത് നമ്മൾ എത്രത്തോളം ലോ ആവാൻ പറ്റുമോ അത്രത്തോളം ലോ ആവും എവിടേക്ക് പിടിക്കാൻ പറ്റുമോ അവിടേക്ക് പിടിക്കും
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ പിടിക്കുന്നോ അത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ അവിടെ ബന്ദ് കരോ. ഈ ഒരു വെയിലത്ത് ആൾക്കാരെത്ര പോകണമെന്ന് വെച്ചിട്ടാ, അതാണ് അതിശയം. സാധാരണ രാവിലെ വന്നിട്ട് കയറിയിട്ട് പോവും, അല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് നോക്കും. പക്ഷേ ഈ ഒരു സമയത്ത് നല്ല തിരക്കാണ് കേട്ടോ. ദർശനത്തിനായിട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ ഇതുപോലൊരു ട്രാക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെന്താണെന്നൊന്നും അറിയില്ല, ടിക്കറ്റ് ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ 10 പൈസ കൊടുക്കാതെ എന്താ പറയുക ട്രക്ക് ചെയ്തിട്ട് സ്റ്റെപ്പിലൂടെ കയറാനുള്ള പരിപാടിയാണ് നമുക്ക് വേറെ. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും തേഞ്ഞു കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഫോണ് പോലും അലൗഡ് അല്ല. അതായത് ചെരുപ്പ് ഇവിടെ വെക്കണം, അവിടെ ലോക്കറുണ്ട്, ക്ലോക്ക് റൂം ഉണ്ട്, അവിടെ ഫോണ് കാര്യങ്ങളെല്ലാം അവിടെ സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് കാലിയായിട്ട് നമ്മുടെ നല്ല രീതിയിൽ നമ്മളെ ഒരു ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളെ അങ്ങോട്ട് കടത്തി വിടുന്നത് കേട്ടോ. ഇതാണ് നടന്ന് കയറാനുള്ള ഒരു പാത എന്ന് പറയുന്നത്. ഞാൻ നടന്ന് കയറാമെന്ന് വിചാരിച്ച് വന്നതാണ്, എന്തരയിലൊക്കെ ആവട്ടെ കഷ്ടപ്പെടാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നമുക്ക് അലൗഡല്ല. നമുക്ക് ഒരു കാരണവശാലും ഫോണ് അങ്ങോട്ട് അലൗഡല്ല. ഫോണായിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, ചെരുപ്പായിക്കോട്ടെ, ഒന്നും അലൗഡല്ല. ലഗേജ് മാത്രം എടുത്തിട്ട് അവിടെ പോവുക, കാണുക, പ്രാർത്ഥിക്കുക, തിരിച്ചിറങ്ങുക, ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ വന്ന് കാണാനുണ്ടോ നിങ്ങൾക്ക്? ആ ഒരു ടെമ്പിള് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ? ഇതിലൂടെ വളഞ്ഞ് അങ്ങനെ കയറണം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ചു പോവാണ്. നമുക്ക് ഇനി ഇവിടെ റോളില്ല. ഫോണ് സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാമറ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കാം. പക്ഷേ ഇത് അതിനൊരു വഴിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ പോയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞില്ലേ, ഈ മലയിലേക്ക് ഒരിക്കലും ഫോണോ ക്യാമറ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, നമുക്ക് അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആ ഒരു മല കയറുന്ന വീഡിയോസൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇടാന്നൊക്കെ വിചാരിച്ച് വന്നതാണ്, ശശിയായിപ്പോയി. കുഴപ്പമില്ല, നോ മാറ്റർ. ഇതൊക്കെ എന്ത്, നമ്മൾ പടി വാതിക്കൽ പോയിട്ടല്ലേ തിരിച്ചു വരുന്നത്. നമ്മളെ കൊണ്ട് പറ്റാവുന്നിടത്തോളം നമ്മൾ പോരാടുക. ഇനി അതിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് വിട്ട് കളയുക. അടുത്ത സ്ഥലം ഉണ്ടല്ലോ, നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടല്ലോ, നമുക്ക് മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ്. അപ്പോൾ അടഞ്ഞ പാതകൾ നമ്മൾ ഒരിക്കലും നോക്കരുത്. നമുക്ക് മുന്നിൽ തുറന്നു കിടക്കുന്ന വാതിലുകളിലൂടെ വേണം നമ്മൾ കടന്നു പോകാനായിട്ട്. അത് യാത്ര ആയിക്കോട്ടെ, ജീവിതം ആയിക്കോട്ടെ, ഞാൻ എല്ലാത്തിനും ഇതാക്കിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, സമയം വെറും 2 മണി ആയിട്ടുള്ളൂ കേട്ടോ. ഇവിടുത്തെ ദർശകരുടെ ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല വെയിലാണ്, എന്നിട്ടും ഇമാതിരി തിരക്ക്. ഇതാ മലൈക്കോവിൽ, പളനി മലൈക്കോവിൽ, പഴനി മല കണ്ടോ. ഒരുപാട് മുട്ടകൾ കണ്ടോ. ഇവിടെ അതിനായിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ച് നടക്കുകയാണ്. ഫുള്ള് ക്രൗഡാ, നല്ല തിരക്കാ. നമുക്ക് നമ്മളെ ലഗേജൊക്കെ എടുത്തിട്ട് നൈസായിട്ട് സ്കൂട്ടാവാം കേട്ടോ. കൊടൈക്കനാലിക്ക് 6 മണിക്കാ ബസ് കിട്ടുള്ളൂ. അപ്പോൾ പൊള്ളാച്ചിക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അവിടുന്ന് തീരുമാനിക്കാം കേട്ടോ. എന്താ പറയുക, 3 മണിക്കൂർ ഇവിടെ പോസ്റ്റ്, ഇപ്പോൾ 3 മണി ആയിട്ടുള്ളൂ. 3 മണിക്കൂറോളം ഇവിടെ പോസ്റ്റ് ആവണം കൊടൈക്കനാലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അതെന്തായാലും വേണ്ട, അത്ര സമയം ഇവിടെ പോസ്റ്റ് ആവാന്ന് പറഞ്ഞാൽ ചില്ലറ കേസൊന്നുമല്ല. നമുക്ക് എന്നാലും നൈസായിട്ട് ലഗേജൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് മിന്നാൻ നോക്കാം.